ഹായ് ക്യൂട്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ 5 വേഴ്സ്റ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 5 അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷെ വീഡിയോ ലെങ്ത് ആയിട്ട് പോയി ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ച് ഞാൻ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഴ്സ്റ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ് ആണ്. സാധാരണ ഇപ്പോൾ എല്ലാവരും ടോണർ യൂസ് ചെയ്യുന്നവരാണ്. സീറ്റിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ടോണറിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മെയിൻ സ്റ്റെപ്പാണ്. അപ്പം ഇങ്ങനെ ടോണർ യൂസ് ചെയ്യുന്നവര് അതിൽ ആൽക്കഹോൾ ഇൻഗ്രീഡിയന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ സ്കിന്നിന് വളരെ വളരെ ഹാർംഫുൾ ആണ്. ഇത് എങ്ങനെ ഹാർംഫുൾ ആണെന്ന് വെച്ചാൽ വൈ ദേ ആർ ബാഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ഓയിലിനെ ഇത് സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നു. സ്ട്രിപ്പ് ചെയ്യുന്നത് മൂലം ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നത് കാരണം നമ്മുടെ സ്കിന്നിൽ ഓയിൽ ഇല്ലെന്ന് പറഞ്ഞ് അത് കുറച്ചും കൂടെ ഓയിലിന് പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇത് നമുക്ക് ആക്നെയൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു. അതുകൊണ്ട് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ് അവോയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുക. ടോണേഴ്സ് വാങ്ങുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് വാങ്ങുക. നെക്സ്റ്റ് വൺ, ഹാഷ് ഫിസിക്കൽ എക്സ്ഫോലിയേറ്റ്സ്. എക്സ്ഫോലിയേറ്റ്സ് എന്ന് വെച്ചാല് നമ്മള് സ്ക്രബാണ് പറയുന്നത്. ഇപ്പം എല്ലാവരും സ്ക്രബ് യൂസ് ചെയ്യും. വളരെ ചീപ്പായിട്ട് കിട്ടും. ഹൈ പ്രൈസിൽ എക്സ്ഫോലിയേറ്റ് കിട്ടും. അല്ലാതെ ഹോം മെയ്ഡ് റെമഡീസ് ആയിട്ടും ഷുഗർ ഒക്കെ യൂസ് ചെയ്ത് എക്സ്ഫോലിയേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് എക്സ്ഫോലിയേറ്റേഴ്സ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നെങ്കിലും അതും നമ്മുടെ ഫേസിന് കൂടുതൽ ആയാല് ഭയങ്കര ദോഷകരമാണ്. കാരണം നമ്മൾ വളരെ വളരെ ഹാഷ് ആയിട്ടുള്ള എക്സ്ഫോലിയേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലാണെങ്കിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാകും. ഇതുമൂലം ഇറിറ്റേഷൻസ് ഉണ്ടാകുകയും അലർജിക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാഷ് ആയിട്ടുള്ള എക്സ്ഫോലിയേറ്റേഴ്സ്, അതായത് സ്ക്രബ്സ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ വാൾനട്ട്, ആപ്രിക്കോട്ട്, ഷുഗർ ഇങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കുക. വളരെ മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നെക്സ്റ്റ് വന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വിത്ത് ഫ്രേഗ്രൻസ്. ഒരു പ്രൊഡക്റ്റിന് മണം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്ത് നോക്കില്ലേ. പക്ഷെ ഈ സ്മെല്ല് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ല. ഫ്രേഗ്രൻസ് വെറുതെ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ്. അത് പ്രയോജനം ഇല്ലെന്നോ അല്ല, നമ്മുടെ ഫേസിന് വളരെ ഹാർംഫുള്ളും ആണ്. അപ്പൊ ഫ്രേഗ്രൻസ് അടങ്ങിയ പ്രൊഡക്റ്റ്, നമ്മൾ ക്രീംസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കൂടുതൽ അലർജറ്റിക് ആണ്. അത് എക്സ്പെഷ്യലി പറയാന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നാണ്. അത് അലർജി ഉണ്ടാക്കും. റാഷസ് അങ്ങനെയുള്ള കുറെ ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ഫ്രേഗ്രൻസ് അടങ്ങിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ വാങ്ങുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം ഒരു മെയിൻ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളിപ്പം ഡോക്ടേഴ്സിനായിട്ട് പോയിട്ട് അവര് ഈ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തരില്ലേ, അത് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. മോസ്റ്റ്ലി ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊന്നും ഫ്രേഗ്രൻസ് യൂസ് ചെയ്യാറില്ല. കാരണം അതിനൊരു യൂസും ഇല്ല. അതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ഈ ഫ്രേഗ്രൻസും പെർഫ്യൂംസും അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ ഇരിക്കുക. അപ്പം നാലാമത്തെ എന്തെന്ന് വെച്ചാല് ഓയിൽസ് അടങ്ങിയിട്ടുള്ള ക്രീംസുകൾ ഉപയോഗിക്കാതിരിക്കുക. ഓയിൽസ് ഒക്കെ ഒരു ചെറിയ തോതിൽ നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് ആണെങ്കിലും ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസ് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാക്കുന്നു. കാരണം ഇതാണെങ്കിലും ഇറിറ്റേഷൻസും ഫോട്ടോസെൻസിറ്റിവിറ്റിയും അങ്ങനെ കുറെ അലർജിക് പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഓയിൽ അടങ്ങിയ, അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിൽ അടങ്ങിയ ക്രീംസുകൾ യൂസ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം അത് ഉദാഹരണം എന്ന് വെച്ചാൽ ടീ ട്രീ ഓയില്, സിട്രിക്സ് ഓയില്, പിന്നീട് ലാവൻഡർ ഓയില്, ഇവയെല്ലാം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ്. ഇവ ഫേസിൽ യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. അപ്പം ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ കൊമറ്റോജനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ കൊമറ്റോജനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ വൈ ദേ ആർ ബാഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങൾ അത് അടയ്ക്കുകയും ആ സുഷിരങ്ങൾ അടയ്ക്കുന്നത് മൂലം അവിടെ വന്ന് പൊടികളും അഴുക്കുകളും വന്ന് അടിഞ്ഞുകൂടി സ്കിന്നിന് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കുന്നു. ഇത് സ്കിന്നിന് അലർജിക്ക്, മുഖക്കുരു വരാന് ഒക്കെ കാരണമാകുന്നു. അതിൽ കൊമറ്റോജനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വേഴ്സ്റ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഈ 5 മാത്രമല്ല, ഇതിൽ കൂടുതലും ഉണ്ട്. അപ്പം നമ്മളുടെ മുഖത്തിന് നമ്മളൊരു സ്കിൻ കെയർ, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് വാങ്ങുക. കാരണം ഒരാളുടെ ചർമ്മത്തിന് സെയിം അല്ലായിരിക്കും മറ്റൊരാളുടെ ചർമ്മത്തിന്. അപ്പം
നമുക്ക് സ്യൂട്ട് ആകുന്നത് മറ്റുള്ളവർക്ക് സ്യൂട്ട് ആവണമില്ല. അതുകൊണ്ട് സെർച്ച് ചെയ്ത് എപ്പോഴും നമുക്ക് വേണ്ട സ്കിൻ കെയർ വാങ്ങും. എന്തായാലും നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങുന്നത്. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആയി ഇൻവെസ്റ്റ് ചെയ്യുക. സ്കിൻ കെയർ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും സജഷൻസോ വേണമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഡോക്ടേഴ്സിനോട്ട് ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്രീമുകൾ വാങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ക്രീം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്രീമിൻ്റെ പുറകിലായിട്ട് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തേക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതും ബെറ്റർ ആയിരിക്കും. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. നിങ്ങളുടെ സ്കിന്ന് സൂക്ഷിക്കേണ്ടത്, അതായത് നമ്മുടെ സ്കിന്ന് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.